ഏതാണ്ട് 24 മണിക്കൂറിനിടെ വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 2-3 ആക്രമണങ്ങൾ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ, അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 24 മണിക്കൂർ മുമ്പ് ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുമെന്ന ഭീതിയെ തുടർന്ന് നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ പലായനം ചെയ്യിക്കേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ വന്നിരുന്നു. അതായത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീക്കേണ്ട അവസ്ഥ ഇസ്രായേലിന് വന്നിരുന്നു. ലെബനനിൽ നിന്ന് അതിർത്തി അടുത്തായതിനാൽ തന്നെ എത്രയും വേഗത്തിൽ ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കും. ഇസ്രായേലിലെ ജനവാസ മേഖലകൾ വേണമെങ്കിൽ തകർക്കാൻ അവർക്ക് സാധിക്കും. പക്ഷേ അവരത് ചെയ്യാതെ ഇത്രയും കാലം ചെയ്തിരുന്നത് ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾ തകർക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ഒരു നേതാവിനെ കൂടെ ഇന്ന് കൊന്നതായി ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അത് വ്യോമസേനയുടെ നേതാവാണ്. ഇന്നലെ ഹിസ്ബുള്ളയുടെ തന്നെ മറ്റൊരു നേതാവിനെ, ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളിൽ ഒരാളെ തന്നെ വധിച്ചിരുന്നു ഇസ്രായേൽ. അതിനു മുമ്പ് ലെബനനുള്ളിലെ ബെയ്റൂത്തിലേക്ക് ഡ്രോൺ ആക്രമിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡ്രോൺ അയച്ചുകൊണ്ടാണ് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഹമാസും ഇറാനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചിരുന്ന നേതാവിനെ അവർ കൊന്നത്.